അടുത്തൊരു previous year question ആണ്. Define a relation R on the interval 0 pi by 2 by x related to by if and only if sec square x minus tan square y equal to 1. Then R is both reflexive and symmetric but not transitive, both reflexive and transitive but not symmetric, reflexive but neither symmetric not transitive, and equivalence relation. അപ്പോൾ ഇവിടെ നമുക്ക് different options തന്നിട്ടുണ്ട്. തന്നിട്ടുള്ളത് എന്താണ്? കണ്ടീഷൻ എന്താണ്? x related to y ആകണമെങ്കിൽ sec square x minus tan square y എന്ന് പറയുന്നത് 1 ആകണം. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് x related to y ആകത്തുള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം എന്താണ്. നമുക്ക് ജസ്റ്റ് ഇന്റർവെൽസ് നോക്കാം. നോക്കിക്കേ മക്കളെ, നമ്മളുടെ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് അല്ലേ. 0 to pi by 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മളുടെ നോർമൽ നമുക്കറിയാവുന്നുള്ള സീക് സ്ക്വയറും ടാൻ സ്ക്വയറും കണക്ട് ചെയ്ത് നമുക്കറിയാവുന്നുള്ള ഐഡന്റിറ്റി ഏതാണ്? നമുക്കറിയാം വി നോ നമുക്ക് എന്തറിയാം മക്കളെ? വി നോ സീക് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഇത് നമുക്ക് അറിയാവുന്ന ഐഡന്റിറ്റി ആണ് അല്ലേ. സീക് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് നമുക്ക് അറിയാവുന്നതാണ്. അത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താ? സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ വൈ ഈക്വൽ ടു 1. സോ സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ വൈ ഈക്വൽ ടു 1 ആണ്. സോ സീക് സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് ടാൻ സ്ക്വയർ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഇട്ട് നോക്കാം. സോ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ വൈ ഈക്വൽ ടു 1 വരും. ഈ 1 അപ്പുറത്തോട്ട് എടുക്കും -1 ആകും. വൈ അപ്പുറത്തോട്ട് ടാൻ സ്ക്വയർ വൈ അപ്പുറത്തോട്ട് എടുക്കും പ്ലസ് ആകും. സോ ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 അപ്പുറത്ത് പോകും -1 ആകും. 1 - 1 0 ആയിട്ട് പോകും. അപ്പോൾ മൈനസ് ടാൻ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? പ്ലസ് ആകും. ടാൻ സ്ക്വയർ വൈ ആകും. ഇവിടെ നോക്കിക്കേ, രണ്ടും സ്ക്വയർ ആണ്. സാറിന് നമ്മൾ സ്ക്വയർ എടുക്കുമ്പോൾ പ്ലസ് മൈനസ് ഡിഫറെന്റ് കേസസ് ഒക്കെ നമുക്ക് പറയാറുണ്ട്. ബട്ട് നമുക്കിതറിയാം ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. 0 to pi by 2 എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ടാൻ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഫസ്റ്റ് ക്വാർട്ടറിൽ ടാൻ എന്താണ്? പോസിറ്റീവ് ആണ്. സോ ഇതിന്റെ റൂട്ട് എടുത്താലും പ്രശ്നമില്ല. കാരണം ഇവിടെ ടാൻ എക്സ് അല്ലെങ്കിൽ ടാൻ വൈ എന്ന് പറയുന്നപ്പോഴും പോസിറ്റീവ് ആകത്തുള്ളൂ, നെഗറ്റീവ് ആകത്തില്ല. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? വിച്ച് ഇംപ്ലൈസ് ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് ഈ കണ്ടീഷനിൽ നമുക്ക് റെസ്ട്രിക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും എക്സ് റിലേറ്റഡ് ടു വൈ ആകും എപ്പോഴാണ്? ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ ആകുമ്പോൾ. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം എക്സ് റിലേറ്റഡ് ടു വൈ ആകുന്ന എപ്പോഴാണ്? ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ ആണെങ്കിൽ എന്ത് പറയാം മക്കളെ? എക്സ് റിലേറ്റഡ് ടു വൈ ആണ് എന്ന് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും എടുക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് തന്നെ ഇൻവേഴ്സ് ഒക്കെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ അതൊരു ഫംഗ്ഷൻ ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് ഈസി ആയിട്ട് എക്സ് ഈക്വൽ ടു വൈ എന്നൊക്കെ പറയാം. ബട്ട് നമുക്ക് ഇവിടെ ഇപ്പൊ തൽക്കാലം ഇത് കീപ്പ് ചെയ്യാം. ഇത് വെച്ച് തന്നെ നമുക്ക് ബാക്കിയെല്ലാം പറയാൻ പറ്റും. നോക്കിക്കേ മക്കളെ, ഇങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് നമുക്ക് എന്താണ്? റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആണ്. റിഫ്ലെക്സീവിന്റെ കേസ് നോക്കാം. റിഫ്ലെക്സീവ് എങ്ങനെ വരും മക്കളെ? നോക്കിക്കേ, റിഫ്ലെക്സീവ് ആണെങ്കിൽ എക്സ് റിലേറ്റഡ് ടു എക്സ് നമുക്കറിയാം. ടാൻ എക്സ് എന്ന് പറയുന്ന ആർക്ക് ഈക്വൽ ആണ്? ടാൻ എക്സിന് തന്നെ ഈക്വൽ ആണ്. സോ എക്സ് റിലേറ്റഡ് ടു എക്സ് ആയിരിക്കും. അപ്പൊ എന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഇനി അടുത്ത് സിമെട്രിക് നോക്കാം. സിമെട്രിക് നോക്കിക്കേ മക്കളെ, സിമെട്രിക് നമുക്ക് ഡയറക്റ്റ് പറഞ്ഞൂടെ? ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ ആണെങ്കിൽ നമുക്ക് തിരിച്ചെന്ത് പറയാം? ഇംപ്ലൈസ് ടാൻ വൈ ഈക്വൽ ടു ടാൻ എക്സ്. ടാൻ എക്സ് ടാൻ വൈക്ക് ഈക്വൽ ആണെങ്കിൽ ടാൻ വൈ ആർക്ക് ഈക്വൽ ആയിരിക്കും? ടാൻ എക്സിന് ഈക്വൽ ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് റിലേറ്റഡ് ടു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പറയാം എക്സ് റിലേറ്റഡ് ടു വൈ ആണെങ്കിൽ വൈ റിലേറ്റഡ് ടു എന്തായിരിക്കും? എക്സ് ആയിരിക്കും. എക്സ് റിലേറ്റഡ് ടു വൈ ആണെങ്കിൽ വൈ റിലേറ്റഡ് ടു എക്സ് ആണ്. സോ അത് സിമെട്രിക്കും ആണ്. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് നോക്കാം. ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ട്രാൻസിറ്റീവിന്റെ കേസ് നോക്കിക്കേ മക്കളെ, ട്രാൻസിറ്റീവ് നോക്കാം. ട്രാൻസിറ്റീവ് എന്താ പറയുന്നേ? എന്താണ്? എക്സ് റിലേറ്റഡ് ടു വൈയും വൈ റിലേറ്റഡ് ടു ഇസഡും ആണെങ്കിൽ നമുക്ക് പറയാനുള്ളത് എക്സ് റിലേറ്റഡ് ടു ഇസഡ് ആണ്. എക്സ് റിലേറ്റഡ് ടു വൈ എന്താ പറയുന്നേ? ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ. അതുപോലെ ഇവിടെ പറയുന്നത് എന്താ? ടാൻ വൈ ഈക്വൽ ടു ടാൻ ഇസഡ്. അപ്പൊ ഇത് 3 ഈക്വൽ ആയിരിക്കും. സോ അതിൽ നിന്ന് എന്ത് പറയാം? ടാൻ എക്സ് ഈക്വൽ ടു ടാൻ ഇസഡ് വിച്ച് ഇംപ്ലൈസ് എക്സ് റിലേറ്റഡ് ടു ഇസഡ്. അപ്പൊ അതെന്തുവാണ് മക്കളെ? ട്രാൻസിറ്റീവുമാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം തന്നിട്ടുള്ള ഇക്വേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. നമുക്ക് അറിയാവുന്ന ഐഡന്റിറ്റി വെച്ച് സോൾവ് ചെയ്തെടുത്തപ്പോൾ നമുക്കതിനെ
സിംപ്ലിഫൈ ചെയ്ത് കിട്ടി tan x ഈക്വൽ ടു tan y ആണ്. ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ അതാണ് എന്നുള്ളത് കിട്ടി. പിന്നെ ബാക്കിയുള്ള ഇപ്പം നോക്കാൻ പറ്റും. സോ അതുകൊണ്ട് എന്താണ്, റിഫ്ലെക്സീവുമാണ്, സിമ്മട്രിക്കുമാണ്, ട്രാൻസിറ്റീവുമാണ്. സോ അതെന്തായിരിക്കും മക്കളെ, അതൊരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഓക്കെ.